യെസ്, എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കൃഷ്ണൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണ ഈ ആഴ്ചയിലെ ന്യൂസിൽ നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, റിവ്യൂസ് ലഭിച്ചിട്ടുണ്ട്, അതുകൂടാതെ തന്നെ ഏതൊക്കെ TV സീരീസുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൻ്റെയൊക്കെ ഒരു ഫുൾ റൗണ്ടപ്പ് ആണ് നമ്മൾ ഈ ഒരു ആഴ്ചയിലേക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ സ്പൈഡർമാൻ ഫാൻസിന് വേണ്ടിയിട്ട് കുറേയധികം സ്പെഷ്യൽ കാര്യങ്ങളും കൂടി എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ തന്നെയുണ്ട്. അത് ഒഫീഷ്യലായിട്ട് മാർവലിൻ്റെ സോണിയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് തുടങ്ങിക്കളയാം. സോ അതായത് നമുക്ക് മാർവലിന്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഡെയർഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിനെ കുറിച്ച് വേറെ കുറേയധികം പുതിയ ന്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം തന്നെ കിടക്കാം. ഒഫീഷ്യൽ നെറ്റ്ഫ്ലിക്സിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കെയറനും ഫോഗിയും ഈ ഒരു സീരീസിനകത്ത് നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യുന്നുള്ളൊരു കാര്യം ഏകദേശം നമുക്ക് കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കുറേയധികം ആൾക്കാർ ഒബ്വിയസ്ലി പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഭാഗത്ത് തന്നെ നമുക്ക് കുറേയധികം എന്താ പറയുക ലീക്ഡ് ഫുട്ടേജ് അല്ലെങ്കിൽ ലീക്ഡ് ക്ലിപ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമുക്ക് എന്താണെങ്കിൽ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോഗിയും കെയറനും റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നമുക്ക് മറ്റൊരു റിവ്യൂലും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണോ ഡെയർഡെവിളിന്റെ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ആ സെയിം ബുൾസൈയെ തന്നെ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സീസണിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇത് സത്യം പറഞ്ഞാൽ പുതിയ സീസൺ എന്ന് ഇട്ടാൽ മതിയായിരുന്നു, അല്ലാതെ ബോൺ അഗെയിൻ കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെയർഡെവിൾ എപ്പോഴും ഒരു TV മെച്ചൂർഡ് സീരീസിന് ഒരു ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സീരീസ് തന്നെയാണ് ഡെയർഡെവിളും പണിഷറും. അവർ ഏത് രീതിയിൽ ഇത് കൊണ്ടുപോകുന്നൊരു കാര്യം നമുക്ക് കണ്ടറിയാം, അല്ലാതെ വേറൊരു കാര്യം എനിക്ക് പറയാൻ സാധിക്കില്ല. സോ ഇതാണ് നമുക്ക് മാർവലിന്റെ പുതിയ ഡെയർഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യം. അത് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ്, യെസ്, മാർവൽ യങ് അവഞ്ചേഴ്സ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക തന്നെയാണ്. എന്തിനാൽ തന്നെ അതിനകത്തുള്ള കാസ്റ്റിലേക്ക് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും 25 വയസ്സിന് മേലുള്ള ആൾക്കാരെയാണ് നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഒരു എന്ത് രീതിയിലാണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു യങ് അവഞ്ചേഴ്സ് സിനിമ എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. പക്ഷെ എന്താണെങ്കിലും അതിന്റെ എന്താ പറയുക പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ തുടങ്ങും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മാർവലിന്റെ ഭാഗത്ത് നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ. ഇനി അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് നമ്മൾ നെറ്റ്ഫ്ലിക്സിനകത്തുണ്ടായിരുന്ന സ്ക്വിഡ് ഗെയിം, നമ്മൾ ഓരോരുത്തരുടെയും ഫാൻ ഫേവറേറ്റ് തന്നെയായിരുന്നു സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 1 ആൻഡ് സീസൺ 2 നമുക്ക് എന്താണെങ്കിലും ഈ വർഷം തന്നെ ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഏകദേശം കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ സെപ്റ്റംബറിൽ ലഭിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ സീസൺ 2 ഇതിന്റെ ഒരു ഫുൾ സീസൺ ഫിനാലെ ആയിരിക്കും, അതായത് ഇതൊരു ലാസ്റ്റ് സീസൺ ആയിരിക്കും എന്നാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് തന്നെയാണ് അവർ സ്ട്രേഞ്ചർ തിങ്സിനും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ സ്ട്രേഞ്ചർ തിങ്സ് ഏത് സീസൺ വരെ എത്തിയിട്ടുണ്ടെന്നൊരു കാര്യം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതൊരു ഹൈപ്പ് കൂട്ടാൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും, മാർക്കറ്റിംഗ് ടേംസ്, അല്ലാതെ വേറൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞേക്കണ സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2 ആയിരിക്കും ഇതിന്റെ അവസാനത്തെ സീസൺ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, യെസ്, മാൻഡലോറിയൻ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പുതിയൊരു സീസൺ കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളൊരു കാര്യം. പക്ഷെ ഡിസ്നിയുടെ ഭാഗത്ത് നമുക്ക് വേറെ കുറച്ച് ന്യൂസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അടുത്ത് വരാൻ പോകുന്നത് അതായത് ഗ്രോഗുവിന്റെയും മാൻഡോറിന്റെയും ഒരു ഫുൾ ഫീച്ചേർഡ് ഫിലിം ആണെന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. എന്നിരുന്നാൽ തന്നെ ആ സിനിമയ്ക്ക് ശേഷം ഇതിന്റെ നമ്മുടെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സീരീസിന് ഒരു റിന്യൂ അവർ ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് അവരിപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ജസ്റ്റ് സിനിമയുടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ജസ്റ്റ് ഒരു ഹോപ്പ് കൊടുക്കാം, നമുക്ക് പുതിയൊരു സീസൺ മാൻഡോറിന്റെ കിട്ടും എന്നുള്ളൊരു കാര്യത്തിന്. പക്ഷെ എന്താണ് ഈ സിനിമ വരുന്നുണ്ട്. സോ അതുകൂടാതെ നമ്മുടെ ആരൺ ടൈലർ ജോൺസിനെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന തന്നെയാണ്. നിങ്ങൾ അവഞ്ചേഴ്സ് ക്വിക്ക് സിൽവർ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോണിയുടെ ഇപ്പൊ പുതിയ ഇറങ്ങാൻ പോണ സിനിമയ്ക്കകത്ത് ക്രേവൺ ദ ഹണ്ടർ ആയിട്ടും പുള്ളിക്കാരനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒത്തിരിയധികം സിനിമയ്ക്കകത്ത് പുള്ളിക്കാരനുണ്ട്. എന്നിരുന്നാൽ തന്നെ പുള്ളിക്കാരന്റെ ആ ഒരു എന്താ പറയണ്ടത്, ആദ്യമായി പുള്ളിക്കാരന്റെ വന്ന് ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഫ്രാഞ്ചൈസ് തന്നെയായിരുന്നു കിക്ക്-ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസ്. അതിനകത്ത് നമുക്ക് 2 സിനിമയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു സൂപ്പർ ഹീറോസ് ഒക്കെ റിയാലിറ്റിയിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് കാര്യം തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കാണുക, ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ തന്നെയാണ്, ഭയങ്കര കിടലായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ആൻഡ് ഈ പറഞ്ഞ 2 സിനിമകളും വൺ പൊളി തന്നെയായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ ആസ് ഒരു ഫാൻസ് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ 3ാം ഭാഗം എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ അതിനെക്കുറിച്ച് ആരൺ ജോൺസൺ ആണെങ്കിലും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കിക്ക്-ആസ് ഫ്രാഞ്ചൈസ് അവർ മൊത്തത്തോടെ റീവർക്ക് ചെയ്തിട്ട് ആദ്യം ഒരു റീബൂട്ട് ചെയ്യാൻ പോവാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു റീബൂട്ടി പ്രോപ്പർ ആയിട്ട് 3 സിനിമയും ഉണ്ടാവുന്ന ഒരു കാര്യം.
ഇതിനകത്ത് ആറൺ ടൈലർ ജോൺസൺ തിരിച്ചു വരുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ ഇതാണ് കിക്ക്-ആസ് ഫ്രാഞ്ചൈസിയെ കുറിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? നിങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. ഇത് പറയുമ്പോൾ തന്നെ യെസ്, ഡൈനോസർ ഫാൻസ് അല്ലെങ്കിൽ ജുറാസിക് പാർക്കിന്റെ സിനിമകളുടെ ഫാൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ജുറാസിക് വേൾഡിന്റെ പുതിയൊരു ട്രിയോളജി യൂണിവേഴ്സൽ പിക്ചേഴ്സ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം നമ്മൾ ഓൾറെഡി ജുറാസിക് വേൾഡ് എൻഡ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 3 സിനിമ, അതിന് മുമ്പ് ഉണ്ടായിരുന്നത് 3 സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് ടോട്ടലി ഒരു റീബൂട്ട് ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ് പ്രാറ്റും ബാക്കിയുള്ള ആൾക്കാരെയൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. എങ്ങനെയാണോ ജുറാസിക് വേൾഡ് ജുറാസിക് പാർക്ക് സിനിമയിൽ നിന്ന് അവർ റീബൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്, ഏകദേശം അതേപോലത്തെ ഒരു റീബൂട്ട് തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെറിയൊരു റൂമർ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ ജുറാസിക് എറയിലേക്ക് ഇവർ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം റിയലിസ്റ്റിക്കലി അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവതാറിന്റെ ലെവൽ ഓഫ് ബഡ്ജറ്റ് വേണം അവർക്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ജുറാസിക് എറയൊക്കെ കാണിക്കാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ അതൊരു ഫ്രഷ് ടേക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. സോ അതിനും നമുക്കൊരു ഹോപ്പ് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ആക്ച്വലി ഡൈനോസേഴ്സിനെ കണ്ടത്? ഫ്യൂച്ചറിലാണോ അതോ നമ്മുടെ പ്രസന്റ് ടൈം ലൈനിലാണോ അതോ നിങ്ങൾക്ക് തിരിച്ച് ഹിസ്റ്ററിയിലേക്ക് പോകാനാണ് ആഗ്രഹം? എന്നോട് ചോദിക്കണേ, എനിക്ക് തിരിച്ച് ആ ഒരു ജുറാസിക് എറയിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ക്രെറ്റേഷ്യസ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് ഇതുവരെ ഒരു പ്രോപ്പർ മൂവി നമുക്ക് ലഭിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അവതാറിന്റെ ബഡ്ജറ്റിൽ നമുക്ക് അങ്ങനെ ഒരു സിനിമ കിട്ടിക്കില്ല. ഇറ്റ് വിൽ ബി മൈൻഡ് ബ്ലോയിങ് ബ്രോസ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതാണ് നമുക്ക് എന്താണ് ഈ ജുറാസിക് വേൾഡിന്റെ പുതിയ സിനിമയെ കുറിച്ച് ലഭിച്ചിട്ടുള്ള ഇപ്പോഴുള്ള അപ്ഡേറ്റ്. വേറൊന്നുമല്ല, ഇത്ര നേരം ഞാൻ ഇവിടെ കിടന്ന് വായിട്ട് അളിച്ചോണ്ടിരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനം ഓഫ് ചെയ്ത് വെച്ചോണ്ടായിരുന്നു. സോ സോറി. ഓഡിയോയ്ക്ക് എന്തായാലും ഇപ്പോൾ ഓഡിയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകും. കാരണം നേരത്തെ നിങ്ങൾ കേട്ടത് ഫുൾ സ്റ്റീരിയോ ആയിട്ടുള്ള സൗണ്ട് തന്നെയായിരുന്നു. സോ മണ്ടൻ ഞാൻ. ഓക്കെ, നമുക്ക് എന്താണ് അടുത്ത ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആക്ച്വലി ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈം വീഡിയോസിൻ്റെ ആ ഒരു സീരീസ്, ആനിമേറ്റഡ് സീരീസ് നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി വൺ ഓഫ് ദ ഒരു ബോയ്സ് കഴിഞ്ഞ് ഇത്രത്തോളം കിഡിലനായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ഷോ ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു ആനിമേറ്റഡ് സീരീസ് തന്നെയാണ്. ആൻഡ് ഇത്തവണ നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഒരേ സീസൺ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സീസൺ 2ൻ്റെ പാർട്ട് 2 നമുക്ക് എന്താണ് ഈ മാർച്ച് 14-ാം തീയതിയോടെ നമുക്ക് ലഭിക്കുമെന്നാണ് ആമസോൺ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. എന്തിനാ ഇത്രയും ആൾക്കാരായിട്ട് ലാഗ് അടിപ്പിക്കണേ എന്നുള്ള ഒരേ ഒരു ചോദ്യം എനിക്ക് എന്താണ് ആമസോണിനോട് എനിക്ക് ചോദിക്കാനുള്ളൂ. പിന്നെ മാർക്കറ്റിംഗ്, നെറ്റ്ഫ്ലിക്സ് ആണല്ലോ ഈ ഒരു പരിപാടി തുടങ്ങി. മണി ഹൈസ്റ്റ് വേൾഡ് പാർട്ട് 1 പാർട്ട് 2, പിന്നെ സ്ട്രേഞ്ചർ തിങ്സ് വന്നു പാർട്ട് 1 പാർട്ട് 2. കാരണം അവർക്കറിയാം ഓഡിയൻസ് ഉണ്ട് ഇത് കാണാൻ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നിട്ടുള്ള ഒരു ടിപ്പിക്കൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലാതെ വേറൊന്നും നമുക്ക് എന്താണെങ്കിൽ പറയാൻ സാധിക്കില്ല. സോ ഇനി നമുക്ക് മാർവലിന്റെ മൾട്ടിവേഴ്സ് സാഗയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. മൾട്ടിവേഴ്സ് സാഗയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാന്റാസ്റ്റിക് ഫോർ സിനിമ ഇപ്പോൾ സത്യം പറഞ്ഞ ആ ഒരു സിനിമയ്ക്ക് എന്താണ് മാർവലിന് അത് വെച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. പക്ഷെ എന്നിരുന്നാലും അവർക്ക് അടുത്ത് തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങണമെന്നോ അല്ലെങ്കിൽ മെയിൽ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങണമെന്നുള്ളൊരു കാര്യത്തിൽ അവർ കൺഫേം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. റീസെൻ്റ്ലി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ കഥ അവർ വീണ്ടും റീറൈറ്റ് ചെയ്യാൻ പോകാന്നുള്ളൊരു കാര്യം തന്നെയാണ്. മെയിൽ ഇവർക്ക് സത്യം പറഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങണം. അപ്പം വീണ്ടും ഇപ്പോൾ അവരിരുന്ന് റീറൈറ്റ് ചെയ്തതിന് നിങ്ങളൊന്ന് ആലോചിച്ചു. എനിക്കെന്നെ അറിയില്ല അത് ഏതൊരു അവസ്ഥയിലെത്തും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ഇറങ്ങിയ ആ ഒരു 2 സിനിമ, ഫാന്റാസ്റ്റിക് ഫോർ 1ഉം റൈസ് ഓഫ് സിൽവർ സഫറും എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ പൊതുവെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടായിരുന്ന സിനിമ ആ ഒരു റീബൂട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ദുരന്തമായിട്ടുള്ള ഫാന്റാസ്റ്റിക് ഫോർ ആയിരുന്നു. അത് ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പോലും അല്ലായിരുന്നു, ഫെൻ ഫോർ ടാസ്റ്റിക് അങ്ങനെ എങ്ങാണ്ടായിരുന്നു ആ ഒരു സിനിമയുടെ പേര് അവർ ഒഫീഷ്യലി ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് നോക്കാം ഫാന്റാസ്റ്റിക് ഫോറിൽ എന്ത് സംഭവിക്കുന്നതൊരു കാര്യം തന്നെ. ആൻഡ് ഫിലിമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മറ്റൊരു സിനിമയുടെ അതായത് ഫിലിമിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഡെഡ്പൂൾ 3 തന്നെയാണ്. ഒഫീഷ്യലായിട്ട് റിയാൻ റെനോൾഡ്സും അതുകൂടാതെ തന്നെ ഹ്യൂ ജാക്ക്മാനും അവരുടെ ട്വിറ്ററിനകത്ത് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഒഫീഷ്യലി ഡെഡ്പൂൾ 3 ഫിലിമിങ്ങൊക്കെ തീർന്ന് ഇനി പോസ്റ്റ് പ്രൊഡക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. പിന്നെ കമിയോസിൻ്റെ കാര്യം ഇപ്പോഴും നമുക്ക് ഒത്തിരി റൂമേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആൾ വരും മറ്റാൾ വരും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യം നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം സത്യം പറഞ്ഞാൽ കോൺട്രവേഴ്സിയാണ്, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയാത്തത്. കാരണം ഒത്തിരി ക്യാരക്ടേഴ്സ് റിട്ടേൺ ആവും. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ ആക്ച്വലി എക്സ്മാൻ ഒറിജിൻ വൂൾവറിനകത്ത് നമ്മൾ ആക്ച്വലി സേബർ ടൂത്തിനെ കണ്ടായിരുന്നു. സേബർ ടൂത്ത് വരുമെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ മൾട്ടിവേഴ്സിൽ പോകുമ്പോൾ ഇതിനകത്ത് സ്പൈഡർമാൻ വരുമെന്ന് വരെ നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവത്തിനറിയാം ആരൊക്കെ വരും. അറ്റ്ലീസ്റ്റ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും നല്ലൊരു സിനിമയാകണമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഡെഡ്പൂൾ 1 and 2 നല്ലതായിരുന്നു. പക്ഷേ ആ 1 and 2 20th സെഞ്ച്വറി ഫോക്സിൻ്റെ ആയിരുന്നു ആ ഒരു ടൈമിൽ റൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്നിയുടെ കയ്യിലാണ്. ഡിസ്നി പ്ലീസ്
നശിപ്പിക്കരുത്. അത്ര എനിക്ക് എന്താണ് ഈ ഡിസ്നിയോട് പറയാനുള്ളത്. സോ ഇനി കൂടുതൽ ലാഗൊന്നും അടുപ്പിക്കാതെ നമുക്ക് നേരെ സ്പൈഡർമാൻ 4ന്റെ ന്യൂസിലേക്ക് തന്നെ പോകാം. കാരണം ഓൾറെഡി ഞാൻ നേരത്തെ നമ്മുടെ ഒരു ഒഫീഷ്യൽ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ്റെ ഇനിയുള്ള ഫ്യൂച്ചർ എന്താ, ഭാവി എന്താണെന്നുള്ളൊരു കാര്യം. ആൻഡ് സ്പൈഡർമാൻ 4നെ കുറിച്ച് നമുക്കിപ്പോൾ ഏകദേശം മാർവലിൻ്റെ ഭാഗത്തു നിന്നും കുറച്ചധികം അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോം ഹോളൻഡിനെ MCUവിൽ നിർത്തിയിട്ട് പുള്ളിക്കാരനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വില്ലന്മാരായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള വില്ലന്മാരുടെ താനോസ് ആയിരിക്കും കിങ് പിൻ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് ഇങ്ങനെ അതായത് ടോം ഹോളൻഡ് ഒരു ട്രിയോളജി കൊടുക്കാനാണ് സത്യം പറഞ്ഞാൽ ഈ MCUവിൻ്റെ പ്ലാൻ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പക്ഷേ റീസെൻ്റ്ലി ഈ ഒരു പ്ലാന് കേട്ടപ്പോഴത്തേക്കും സോണിക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തും തന്നെ. കാരണം നോവേ ഹോം ഭയങ്കര വലിയ ഹിറ്റായിരുന്നു സോണിയുടെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. അതുകൊണ്ട് തന്നെ സോണി ഇപ്പോൾ പറയുന്ന അവർക്ക് ഇനി ഇങ്ങനെ ഇത്രയും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയൊന്നും സ്പൈഡർമാനെ വെച്ച് ചെയ്യാൻ അവർക്ക് ഒരു രീതിയിൽ താല്പര്യമില്ല. നോവേ ഹോം പോലത്തെ വലിയൊരു ഫുൾ ഫീച്ചേർഡ് ലെങ്ത് എന്താ പറയേണ്ട മസാല സിനിമ ചെയ്യണമെന്നാണ് അവരെന്താണ് ഈ പറയുന്നത്. അതായത് ഇത്രയധികം കാസ്റ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സിനിമ ചെയ്യണമെന്നാണ് സോണി പറയുന്നത്. അതായതെന്ന് പറഞ്ഞാൽ ആൻഡ്രൂനെയും ടോബിയെയും കൊണ്ടുവന്നിട്ട് വേണം അടുത്ത ടോം ഹോളൻഡിൻ്റെ സിനിമ ഇറക്കാൻ എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര രീതിയിൽ തന്നെ അവരുടെ സമയത്തുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ സോണിയോട് യോജിക്കുന്നു. കാരണം നോവേ ഹോമിന് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ആകാനുണ്ടായിരുന്ന മറ്റൊരു ഏറ്റവും വലിയ റീസൺ കൂടി തന്നെയായിരുന്നു ടോബിയും ആൻഡ്രൂവും. സോ ഇങ്ങനെ അവനിപ്പോൾ അതായത് നോവേ ഹോമിൻ്റെ ഒരു 2.0 വേർഷൻ അവർ ഇറക്കുവാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, വീണ്ടും അവർക്കൊരു മൾട്ടിവേഴ്സ് സിനിമ തന്നെ ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വില്ലനെ കൊണ്ടൊന്നും നിൽക്കില്ല, വീണ്ടും മൾട്ടിപ്പിൾ ആയിട്ടുള്ള വില്ലന്മാരെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഹൈ ബഡ്ജറ്റ് സിനിമയായിട്ട് മാറും, അല്ലാതെ ജസ്റ്റ് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഐഡിയോളജി ഞാൻ സോണിയായിട്ട് ഞാൻ എന്താണ് യോജിക്കുന്നു. നിങ്ങളും ഭൂരിഭാഗം ആൾക്കാരും യോജിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് ഇനിയും ടോബിയും ആൻഡ്രൂനെയും സ്പൈഡർമാനായിട്ട് കാണാൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഭയങ്കര വലിയൊരു സ്പൈഡർമാൻ ഫാൻ തന്നെയാണ്. സോ എൻ്റെ മാർവലിലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടറും സ്പൈഡർമാൻ തന്നെയാണ്. സോ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എന്താണെങ്കിലും സ്പൈഡർവേഴ്സിനകത്ത് എന്തായാലും നമുക്ക് ലഭിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ എന്താണെങ്കിൽ അത് ആ ഒരു കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഉറപ്പുണ്ട്. സോ എന്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളൊരു കാര്യം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിൽ ഈ ആഴ്ചയുള്ള ന്യൂസ് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം. എഗെയിൻ ഞാൻ ഭയങ്കര രീതിയിൽ തന്നെ സോറി, എനിക്കറിയില്ലായിരുന്നു മൈക്ക് ഓഫ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇരുവരുന്ന വീഡിയോയിൽ നമുക്ക് എന്തായാലും സൗണ്ടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്. സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.